ഇലക്ഷന്റെ കണക്കെന്ന് പറഞ്ഞാൽ കണക്കുകളുടെയും കണക്കുകൂട്ടലുകളുടെയും കളിയാണ് ഇലക്ഷൻ. വേറെ അവിടെ കൊല്ലുന്നില്ല, അവിടെ ഡേറ്റയാണ് പ്രധാനം. അപ്പോൾ ഡേറ്റയിലെ വിശകലനം, കനകൊലു ഒക്കെ അവിടെ പ്രാധാന്യം വരുന്നത്. പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് ഞങ്ങളുടെ കനകൊലു ജനങ്ങളാണെന്നാണ്. അങ്ങനെ പറയുമ്പോഴും PR വർക്ക് ടീമിനെ വെച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള സർവേ ഇപ്പുറത്തും എടുത്തിട്ടുണ്ട്. അവിടെ ഈ സർവേ എടുക്കും, ഇവിടെ സർവേ എടുക്കും. സർവേ ഒക്കെ വളരെ കൃത്യമായിട്ട് എടുക്കുന്നതാണ്. പ്രൊഫഷണൽ ഏജൻസികൾ സർവേ എടുത്തു കൊടുക്കുന്ന കാലത്താണ്. കനകൊലു കോൺഗ്രസ്സുകാരൻ കൂടെ ആയതുകൊണ്ടാണ് പിന്നെ അതേ ഇവിടെ സ്റ്റേ ചെയ്ത് എല്ലാ മണ്ഡലങ്ങളെയും കണക്കൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്ന ഡേറ്റ അനാലിസിസിൽ ഒരു 30 മണ്ഡലങ്ങളിലെങ്കിലും CPM-ന്റെ വോട്ട് BJP കൊണ്ടുപോകും. ഇത് പറയാൻ കാരണമുണ്ട്. ഇത് പറയാൻ കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്ന കേരളത്തിലെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് CPM വേഴ്സസ് BJP ആണ്. കോൺഗ്രസ് തകരുകയും കോൺഗ്രസ് തകരുന്നതിനനുസരിച്ച് കേരള കോൺഗ്രസിനെ BJP-യിലോട്ട് കൊണ്ടുപോവുകയും മുസ്ലിം ലീഗ് LDF-ലേക്ക് പോവുകയും അങ്ങനെ പിന്നെ ബാക്കി കൊച്ചു കൊച്ചു പാർട്ടികളെല്ലാം ഇല്ലാതാവുകയും അല്ലെങ്കിൽ UDF LDF-ലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. വേണമെങ്കിൽ ലീഗിനെ ഇനി BJP എടുത്താലും അത്ഭുതമില്ല. ആ ഒരു അത്ഭുതം കേരളത്തിൽ സംഭവിക്കാം. ഇപ്പം പല അത്ഭുതങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നുമില്ല. അതേസമയം കേരള കോൺഗ്രസിനെ BJP എടുക്കുന്നു, LDF പിന്നെ മുസ്ലിം ലീഗിനെ എടുക്കുന്നു. അങ്ങനെ കോൺഗ്രസ് തകർന്നു പോകും. അങ്ങനെ കോൺഗ്രസ് വിമുക്ത ഭാരതവും കോൺഗ്രസ് വിമുക്ത കേരളവുമായിരുന്നു BJP-യുടെ ഒരു മിഷൻ. പക്ഷെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ പറഞ്ഞു അങ്ങനല്ല, നിങ്ങൾ അങ്ങനെ പിടിക്കേണ്ട, മാറ്റിപ്പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ മാറ്റിപ്പിടിച്ചപ്പോഴാണ് CPM-ന്റെ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം BJP കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് ഒരു ഉൾവിളി ഉണ്ടായി, കേന്ദ്ര നേതൃത്വത്തിന് ഉൾവിളി ഉണ്ടായി. ഇനി CPM അല്ല കേരളത്തിൽ ഞങ്ങളുടെ മുഖ്യ ശത്രു, കോൺഗ്രസ് ആണ്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു എന്ന് പറയുമ്പോൾ തന്നെ CPM-ലുള്ള വോട്ടുകൾ എങ്ങനെ പിടിക്കാമെന്നുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ BJP ആവിഷ്കരിക്കുന്നത്. ഈ തന്ത്രത്തിൽ ഒരു 30 മണ്ഡലത്തിലെങ്കിലും CPM വോട്ട് BJP കൊണ്ടുപോകും. അങ്ങനെ BJP ചിലപ്പോൾ ജയിക്കത്തില്ലായിരിക്കും. ഈ 30 മണ്ഡലത്തിൽ ചിലപ്പോൾ BJP ജയിച്ചു വരില്ലായിരിക്കും. പക്ഷെ കോൺഗ്രസിന് വലിയ അനുകൂലമായിരിക്കും. നേരത്തെ തിരിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസ്സുകാരാണ് കൂടുതൽ BJP-ക്ക് കളിയാക്കി പോലും പറഞ്ഞിരുന്നു. പകൽ കോൺഗ്രസും രാത്രി BJP-യും, പിന്നെ കുറച്ചുപേര് പകൽ BJP-യും രാത്രി കോൺഗ്രസും, അങ്ങനെ കളിയാക്കി പറഞ്ഞിരുന്നു. പിന്നെ അണ്ടർവെയർ പൊക്കി നോക്കിയാൽ അറിയാം, അല്ലെ പാന്റോ ഷർട്ടോ പിന്നെ മുണ്ടോ വഴിച്ച് നോക്കിയാൽ അറിയാം അടിയിൽ കാക്കിയാണ് ഇട്ടിരിക്കുന്നത് പറഞ്ഞ് കളിയാക്കൽ വരെ ചെയ്തിട്ടുണ്ട്. K. സുധാകരന്റെയും മുരളീധരന്റെയും ഒക്കെ പിന്നെ ഫോട്ടോഷോപ്പ് ചിത്രങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഈ കാക്കി നിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. പോയി കാക്കി അതെല്ലാം പോയി. ഇപ്പോൾ CPM-ലെ ഒരു 30 സീറ്റെങ്കിലും 30 സീറ്റിലെങ്കിലും BJP ശക്തമായി വോട്ട് കൊണ്ടുപോകും. ഇപ്പൊ നിയമം കൃത്യമായി CPM-ന്റെ വോട്ട് BJP കൊണ്ടുപോകാൻ സാധ്യതയുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അങ്ങനെ പല മണ്ഡലങ്ങളും, കായംകുളം CPM-ന്റെ വലിയ വോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ചെങ്ങന്നൂർ വോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചാത്തന്നൂർ വോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. മഞ്ചേശ്വരം നേരത്തെ വോട്ട് കൊണ്ടുപോയി, ഇനിയും വോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിരവധി, ഇപ്പൊ പാലക്കാട് CPM-ന്റെ വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ണി മുകുന്ദനോ അല്ലെങ്കിൽ ശ്രീലേഖ IPS-ഓ ഈവൻ പ്രശാന്ത് ശിവൻ ആയാൽ പോലും കുറെ അധികം വോട്ട് പിടിക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ നല്ല വോട്ട് പിടിക്കുന്ന CPM-ന്റെ വോട്ടുകൾ 10-30 മണ്ഡലങ്ങളിൽ പിടിക്കുന്ന നിലയിലേക്ക് വരികയും അടുത്ത പ്രതിപക്ഷം ഇപ്രാവശ്യം ഒരു ഇതിലേക്ക് വരികയും അടുത്ത പ്രാവശ്യം പ്രതിപക്ഷമായി വരികയും ആ പ്രതിപക്ഷത്തിൽ നിന്ന് പിന്നെ ഭരണപക്ഷത്തിലേക്ക് പിടിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് BJP ഓടുന്നത്. അവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് BJP-യുടെ മുഖ്യ ശത്രു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് മുന്നണിയാണ്, ഐക്യമുന്നണിയാണ്. അതുകൊണ്ടാണ് അവർ പിന്നെ ഈ അതിനകത്തേക്ക് ആളെ കൂട്ടുന്നതിനും ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ നിർത്താനും ഹിന്ദു വിഭാഗത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെയും ദളിത് ക്രൈസ്തവരെയും ഒക്കെ കൂടെ നിർത്താനുള്ള, ദളിത് ക്രൈസ്തവർ എന്ന് കൺവെർട്ടഡ് ആയിട്ടുള്ള സാധാരണക്കാരായ കുറച്ച് ക്രൈസ്തവരുണ്ട്. വളരെ ഈ ക്രൈസ്തവ ജാതിയിലും ക്രിസ്തുമതത്തിലും പല റോമനുണ്ട്, കത്തോലിക്കരുണ്ട്, സുറിയാനികളുണ്ട്, അതുപോലെ ലാറ്റിൻ കത്തോലിക്കുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിൽ ലാറ്റിൻ കത്തോലിക്കക്കാരെ അടക്കമുള്ള ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു പുതിയ BJP, ഒരു NDA ആക്കുവാനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. വിഴിഞ്ഞത്തൊക്കെ അതാണ് പരീക്ഷിക്കുന്നത്. അപ്പൊ ആ പരീക്ഷണങ്ങൾ നടന്നാൽ തീർച്ചയായിട്ടും 10-30 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഗുണകരമായി വരുന്ന നിലയിൽ, അത് അന്തർധാരയൊന്നുമല്ല, CPM-ന്റെ വോട്ട് ആര് കൊണ്ടുപോകും? BJP കൊണ്ടുപോകും. പിന്നെ ഇപ്പൊ ദേശീയ തലത്തിൽ വന്നിരിക്കുന്ന ചാനലിന്റെ പിന്നെ പോൾ സർവേ അനുസരിച്ച് ഒരു സീറ്റാണ് BJP-ക്ക് പറയുന്നത്. പക്ഷേ പല സീറ്റുകളിലും BJP-ക്ക് ശക്തമായ നിർണായകമായ സ്ഥാനം കിട്ടും, ഉറപ്പാണ്. വലിയ വോട്ട് ഷെയർ കിട്ടും. ആ വോട്ട് ഷെയർ വരുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായും CPM-ന് അടി കിട്ടാനുമാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ സാധ്യത. കാരണം ഈ പല കാരണങ്ങൾ, ഇപ്പൊ നമ്മൾ എന്ത് പറയുമ്പോഴും 110 സീറ്റ് കിട്ടുമെന്ന് CPM ഇങ്ങനെ പറയുമ്പോൾ
അതിനൊരു സാധ്യതയില്ല. കാരണം പല പല ഘടകങ്ങൾ നോക്കുമ്പോഴും ഒരു സാധ്യതയില്ല. തീർച്ചയായിട്ടും വലിയ രീതിയിലാണ് നമുക്ക് ഫീൽഡ് റിപ്പോർട്ടുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 30 സീറ്റിലെങ്കിലും ഞാൻ സൂചിപ്പിച്ചു, തിരുവനന്തപുരം എടുത്തപ്പോൾ കാട്ടാക്കടയിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കും. പി.കെ. കൃഷ്ണദാസാണ് ഉള്ളത്. അവിടെ 2 പഞ്ചായത്തുകളാണ് ഇപ്പൊ BJP പിടിച്ചിരിക്കുന്നത്, മാറനല്ലൂരും വിളപ്പിലും. ഇതെല്ലാം CPM പഞ്ചായത്തുകളായിരുന്നു, അത് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല അസംബ്ലി മണ്ഡലം നോക്കിയാലും ഇപ്പൊ പന്തളത്ത് തന്നെ എടുത്തു കഴിഞ്ഞാലും പന്തളത്ത് അവർ നഗരസഭ പോയെങ്കിലും വോട്ട് ഷെയറിലൊന്നും അവർ ഒരുപാട് പിറകെ പോയിട്ടില്ല. അപ്പൊ അത് തൃശ്ശൂരും വോട്ട് ഷെയറിൽ ഒരുപാട് പിറകെ പോയിട്ടില്ല, പക്ഷെ സീറ്റ് കിട്ടിയില്ല, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ട് BJP ശക്തമായ CPM വോട്ട് പിടിക്കുകയും അത് കോൺഗ്രസിന് വളരെ ഒരു 10-80-85 സീറ്റിന് മുകളിൽ കിട്ടാൻ CPM-ന് ഗുണകരമാവുകയും ചെയ്യുന്ന ഒരു 10-50 സീറ്റിനകത്ത് CPM ഒതുങ്ങുന്ന കാഴ്ചയായിരിക്കും കാണുന്നത്. അതിൽ കേരള കോൺഗ്രസ്, ഇതിനകത്തിൽ വേറെ തമാശ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ വോട്ടും വളരെ പ്രധാനമാണ്, ലീഗിന്റെ വോട്ടും ഇപ്പുറത്തെ ലീഗിന്റെ വോട്ടും LDF-ൽ കേരള കോൺഗ്രസിന്റെ വോട്ടും പ്രധാനമാണ്. കേരള കോൺഗ്രസ് എത്ര സീറ്റ് പിടിക്കും എന്നുള്ളത്, റോഷി അഗസ്റ്റ്യനെ എങ്ങനെയും കടത്തണം എന്നുള്ള നിലയിൽ ആ സീറ്റ് കോൺഗ്രസ് എടുക്കാനുള്ള, ഇടുക്കി സീറ്റ് കോൺഗ്രസ് എടുക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ ആ സീറ്റിൽ എന്ത് സംഭവിക്കുന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഇക്വേഷനാണ്, പൊളിറ്റിക്കൽ ഇക്വേഷനാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ ഇക്വേഷനിൽ CPM-നെ തകർക്കുക എന്നുള്ള ഒരു അജണ്ടയിലേക്ക് ഇപ്പോൾ BJP വന്നിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിനെ തകർത്തിട്ട് CPM-ഉമായിട്ട് നേർക്കുനേർ മത്സരിക്കാം എന്നുള്ള സ്ഥിതിയായിരുന്നെങ്കിൽ ആ കളം മാറി പുതിയൊരു പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ ഈ അസംബ്ലി മണ്ഡലത്തിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനോടൊരു മൃദു സമീപനവും CPM-നോടൊരു ശത്രുതാ സമീപനമായിരിക്കും തിരിച്ചാണ് വരേണ്ടിയിരുന്നത്. പക്ഷേ കാരണം തിരിച്ചായിരുന്നു വരുമായിരുന്നത്, പക്ഷെ അത് പോയി. ഇപ്പോൾ കൃത്യമായി CPM-നെ തകർക്കുക എന്നുള്ളൊരു ലൈനിലാണ് നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ED-യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ, കരിവണ്ണൂർ കേസൊക്കെ അന്വേഷിച്ച, സ്വപ്ന കേസൊക്കെ അന്വേഷിച്ച ED-യുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ സർവീസ് കാലയളവ് ഇനി കുറച്ചു കാലം ഉള്ളപ്പോൾ തന്നെ നിർബന്ധിതമായ വിരമിക്കൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പകരം ED-ക്ക് ആള് വരുന്നുണ്ട്. ആ വരുന്നവർ ഇനി ശബരിമലയിൽ വന്ന് എന്താണ് ചെയ്യാനെന്ന് നമുക്കറിയത്തില്ല. ഇതെല്ലാം കൂടി വരുമ്പോൾ ശബരിമലയുടെ ഒരു പെരുക്ക, ED ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് പണി ശബരിമലയിൽ. ഇതെല്ലാം കൂടി വരുമ്പോൾ എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതിരോധത്തിലേക്ക് പോകുമെന്നറിയില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ശബരിമല സമരമൊന്നും ചെയ്യാൻ ഇപ്പൊ രംഗത്തില്ല. അവർ കുറച്ചൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ അണ്ടർഗ്രൗണ്ടിലൂടെ CPM-ന് പണി കൊടുക്കുന്ന തയ്യാറെടുപ്പിലാണ്. 30 സീറ്റിലെങ്കിലും CPM-ന് ശക്തമായ പണി കൊടുക്കും. അത് വച്ചിട്ടൊക്കെയാണ് 10-34 സീറ്റിൽ ജയിക്കുമെന്നൊക്കെ പല ചാനലുകളും അടിക്കുന്നത്. BJP-യുടെ ടാർഗറ്റ് 34 സീറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്തായാലും ഒരു 30 സീറ്റിലൊക്കെ തീർച്ചയായിട്ടും BJP CPM-ന് പണിയും. പണിഞ്ഞില്ലെങ്കിലും CPM-കാർ BJP-ക്ക് വോട്ട് ചെയ്യുക തന്നെ ചെയ്യും.